അപ്പോഴേ ഇന്ന് രാവിലെ ആണെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കി കേട്ടോ. പക്ഷെ ഇന്ന് ഞങ്ങളാണെങ്കിൽ ഇറച്ചിക്കറിയോ മുട്ടക്കറിയോ ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ പാലൊഴിച്ചിട്ട് കഴിക്കുന്നത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, സത്യം പറയാമല്ലോ. ഇന്നലെ ആണെങ്കിൽ കുറച്ച് കരിക്ക് കിട്ടിയായിരുന്നേ. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് കരിക്ക് വെച്ചിട്ട് അത് പാലാക്കി അതിനകത്ത് ഞാൻ കുറച്ച് ശർക്കരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് കേട്ടോ. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. തേങ്ങാപ്പാലാണോ പശുവും പാൽ ഒഴിച്ചാണോ കഴിക്കുന്നതെന്നുള്ള, തേങ്ങാപ്പാലാണെന്ന് തോന്നുന്നു. അപ്പം ഞാനും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ദേ ഇന്ന് ഇതുണ്ടാക്കിയതാണ്. നമ്മുടെ കരിക്കും ശർക്കരയും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒഴിക്കട്ടെ. ഇത് ഇങ്ങനെ ഒഴിച്ചു, ഇങ്ങനെ ആയിരിക്കും. എന്നിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് കഴിച്ച് നോക്കട്ടെ, കൊള്ളാൻ പോന്നേ. നോക്കട്ടെ. അല്ല, എപ്പോഴും കറി ഉണ്ടാക്കാൻ പറ്റുമോ? ഇതൊക്കെ ശരിയാണെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാമല്ലോ. ഞാൻ ആദ്യം കഴിച്ച് നോക്കിയിട്ട് അവർക്ക് കൊടുക്കാം, അതല്ലേ നല്ലത്. അല്ലേ എല്ലാം കൂടെ എന്നെ ഓടിക്കുന്നു കേട്ടോ. നിങ്ങളോട് അഭിപ്രായം പറയണം കേട്ടോ. തേങ്ങാപ്പാലാണോ പശുവും പാലാണോ എന്നൊക്കെ ഒഴിക്കുന്നത് എന്നുള്ള കറക്റ്റ്. അതിനകത്ത് ഏലക്കയൊക്കെ ഇടണോ എനിക്കറിയില്ല. ഞാനിപ്പോൾ തേങ്ങാപ്പാലും ശർക്കരയും മാത്രം ഇട്ടേക്കുന്നത്. കൊള്ളാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.